ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന വിപ്പിംഗ് ക്രീമിനേക്കാളും ടേസ്റ്റ് ഉള്ളതും എന്നാൽ നല്ലോണം സ്റ്റിഫായി കിട്ടുന്നതുമായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അതുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റിഫായില്ല എന്ന് പറയേണ്ട വരില്ല. അതിനുവേണ്ടി ഞാനിവിടെ 3 മുട്ടയും 1 കപ്പ് പഞ്ചസാര, 1 നാരങ്ങ, പിന്നെ വാനില എസൻസ് എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഈ മുട്ട വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ബൗൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബൗളിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. നല്ലോണം ഉണങ്ങിയ ബൗൾ എടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് ഉപയോഗിക്കുന്ന സ്പൂണും ബ്ലേഡും എല്ലാം നല്ലോണം ഉണങ്ങിയതായിരിക്കണം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ഇതിലോട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ളം ഇതിലോട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ നാരങ്ങാനീര് ഇല്ലയെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്താൽ മതി. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഇതുപോലെ ഒരു കുമള വന്ന് തുടങ്ങുന്ന പാകം വരെ ചൂടായാൽ മതി. അതിനുശേഷം ഞാനിതിലോട്ടൊരു വട്ടം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ബൗൾ വെച്ച് ചൂടാക്കി എടുക്കുന്നത്. നമ്മൾ ബൗൾ വെച്ചിട്ട് ചൂടാക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ട പെട്ടെന്ന് തന്നെ കുക്കായി പോവും. നമ്മുടെ മുട്ട കുക്കാവാണ്ട് തന്നെ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലോണം ഒന്ന് മെൽറ്റായി നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് പതഞ്ഞ് കിട്ടണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളുടെ വെള്ളം അങ്ങനെ ഒരുപാട് തിളയ്ക്കണമൊന്നുമില്ല. ഈ ഒരു പാകത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകത്തിൽ റെഡിയായി കിട്ടിയാൽ മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ മുട്ടയുടെ മിക്സ് നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് കുറയണ വരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ചൂട് നല്ലോണം പോയതിന് ശേഷം നമുക്കിത് ഫ്രീസറിൽ വെച്ചൊരു 5 മിനിറ്റോളം തണുപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രീം സ്റ്റിഫായി കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ തണുപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിലോട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കാം. 5 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഇപ്പോൾ നമ്മളുടെ മുട്ടയുടെ മിക്സ് ഫ്രീസറിൽ വെച്ച് നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡും അതുപോലെ തന്നെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിക്സും ബ്ലേഡും നല്ലോണം തണുപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത് മുട്ടയുടെ ആ പച്ചച്ചോക മിക്കവർക്കും തന്നെ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ആ ടേസ്റ്റ് പോയി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതിനും നല്ലൊരു മണം ഉണ്ടാവുന്നതിനും വേണ്ടിയാണ്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 1-ലിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് 1-ലിട്ട് 1 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ആകെ ഒരു 5 മിനിറ്റ് മതിയാവും റെഡിയാവാൻ. 5 മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് റെഡിയായി കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തഡിൽ തന്നെ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളുടെ ക്രീം അത്യാവശ്യം കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 1-ലിട്ടാണ് ഇപ്പോൾ ബീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്കിത് 2-ലോട്ടാക്കാം. പിന്നെ 3-ലോട്ട് 4-ലോട്ട് അങ്ങനെ നമുക്ക് 5-ൽ വരെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കുറുകി വന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടി കൊടുക്കാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രീം ഒരിക്കലും ലൂസായി പോവില്ല, നല്ല സ്റ്റിഫായി തന്നെ നിൽക്കും. പിന്നെ നിങ്ങൾ ബീറ്റ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. ഓവറായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിഫായി വന്ന ക്രീം ലൂസായി പോവും. പിന്നെ നമ്മൾ എന്തോരം ബീറ്റ് ചെയ്താലും അത് സ്റ്റിഫായി കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ബീറ്റ് ചെയ്യുമ്പോൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യാണ്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളിത് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് 4-ലിട്ടാണ് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ക്രീം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം
നല്ലോണം തന്നെ ക്രീമായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, ലെയർ പോലെ വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് നമ്മളുടെ ബീറ്റർ ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ 4-ലിട്ട് ബീറ്റ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു പാകത്തിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 30 സെക്കൻഡോളം 5-ലിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ക്രീം നല്ലോണം സ്റ്റിഫായി കിട്ടും. 30 സെക്കൻഡേ ബീറ്റ് ചെയ്യാവുള്ളൂ. അതിൽ കൂടുതൽ സമയം ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രീം വീണ്ടും ലൂസായി പോവും. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ബീറ്റ് ചെയ്താലും അത് സ്റ്റിഫായി കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ക്രീം തയ്യാറാക്കുമ്പോൾ സ്റ്റിഫായി കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്രീം ബീറ്റ് ചെയ്തെടുത്തോ, ഒരിക്കലും സ്റ്റിഫായില്ല എന്നുള്ള പരാതി പറയേണ്ട വരില്ല. ഇപ്പോൾ നമ്മളുടെ ക്രീം ഇവിടെ നമ്മൾ 30 മിനിറ്റോളം ബീറ്റ് ചെയ്തെടുത്തു. ഇപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ, നല്ലോണം സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതിയാവും. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചൊന്ന് കോരി നോക്കാം. നമ്മുടെ ക്രീം ഇപ്പോൾ ഇത് സ്പൂണിൽ നിന്ന് വീഴില്ലാത്ത രീതിയിൽ സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. സ്പൂൺ നമ്മൾ കമഴ്ത്തിയിട്ടും ക്രീം താഴോട്ട് വീണിട്ടില്ല. ആ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകത്തിൽ കിട്ടിയാൽ മതിയാവും. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഡെക്കറേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു രീതിയിൽ വെറുതെ ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.